കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് എന്ന പരാതി. +1 വിദ്യാർത്ഥികളെ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് ആരോപണം. മർദ്ദനത്തിൽ 2 +1 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരോപണ വിധേയരായ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. വെള്ളം കുടിക്കാൻ പോയ സമയത്ത് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇന്റർവെല്ലിൽ മൂത്രയ്ക്കാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ ഒരു സീനിയർ വിദ്യാർത്ഥി എന്നെ ചെവിടടുക്കി കൊളർ പിടിച്ച് ചെവിടടുക്കി അടിച്ചു. അതേ സമയത്ത് വേറെ സീനിയർ വിദ്യാർത്ഥി കുത്താൻ നോക്കിയിരുന്നു. അപ്പോൾ വേറെ സീനിയർ വിദ്യാർത്ഥി പിടിച്ച് മാറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ട, അല്ലെങ്കിൽ നല്ലോണം കണ്ണിന് വെച്ച് അടിയിട്ടു. അതുപോലെ തന്നെ എന്നെ രാവിലെ വെള്ളം കുടിക്കാൻ പോയപ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ എന്നെ പീഡിയൻ്റെ ബാക്കിലേക്ക് പിടിച്ചുകൊണ്ട് വെച്ച് അവിടുന്ന് തലയ്ക്ക് കുത്തുകയും മുഖത്ത് അടിക്കുകയും ചെയ്തിരുന്നു. റാഗിംഗ് ആണ് നടന്നതെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 11-ാം തീയതി ബാത്റൂമിൽ പോയപ്പോൾ ബാത്റൂമിൽ വെച്ച് 2 കുട്ടികൾ ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. ഇതൊരു റാഗിംഗ് ആണ് നൊച്ചാട് സ്കൂളിൽ നടന്നത്. ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കണം. മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനത്തെ ചില സംഭവങ്ങൾ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവൻ്റെ ചെവിട് അടക്കി ഈ സൈഡിലാണ് അടിച്ചത്. നല്ല പരിക്കുകളുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ താലൂക്ക് ആസ്പത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി സ്കാനിങ് എല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. എന്തു തന്നെയായാലും ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ ക്രൂരമായി സീനിയർ വിദ്യാർത്ഥികൾ ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കേണ്ടതാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്തരം പരാതികൾ പലതായി ഇപ്പോൾ വന്നിട്ട് എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസവും ഈ രീതിയിൽ ഒരു ക്രൂരമായ റാഗിങ്ങിന്റെ വാർത്ത എത്തിയിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരെയൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ സ്കൂളുകളിലൊന്നും റാഗിംഗ് വിരുദ്ധ സ്ക്വാഡൊന്നും പ്രവർത്തനമില്ലേ? റാഗിങ്ങിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ഇപ്പോഴത്തെ ഈ നൊച്ചാട് സ്കൂളിലെ കേസിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ലക്ഷ്മി പത്മ, ഈ മാസം 11-ാം തീയതിയാണ് കോഴിക്കോട് പേരാമ്പ്രയിലുള്ള നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിലൊരു റാഗിംഗ് നടന്നിട്ടുള്ളത്. ആ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ സ്കൂളിൽ തുടർച്ചയായി ഇത്തരത്തിൽ ഈ +2 വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതും അകാരണമായി മർദ്ദിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ പലതരത്തിലുള്ള റാഗിങ്ങിന് വിധേയമാക്കുകയും ചെയ്യുന്നത് സ്ഥിരമാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുമ്പോഴാണ് ഈ 2 വിദ്യാർത്ഥികൾക്ക് ക്രൂരമായി തന്നെ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11-ാം തീയതി രാവിലെയോടുകൂടിയാണ് ഈ ഒരു മർദ്ദനം നടക്കുന്നത്. ഒരു വിദ്യാർത്ഥി വെള്ളം കുടിക്കാനായി പോകുമ്പോൾ ആ വിദ്യാർത്ഥിയെ പിടിക്കുകയും മുഖത്തിനും ചെവിക്കുമെല്ലാം ഇടിക്കുകയുമാണ് ചെയ്തത്. മറ്റൊരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ വെച്ചാണ് മർദ്ദിക്കുന്നത്. ഇതിനൊന്നും കാരണമൊന്നുമില്ലായിരുന്നു, വെറുതെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ 2 വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിലും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിൽ ഈ പരാതി അല്ലെങ്കിൽ ആരോപണ വിധേയരായ 5 വിദ്യാർത്ഥികളെ, +2 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ബാലുശ്ശേരി അത്തോളിയിലും സമാന രീതിയിൽ തന്നെ ഒരു വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ സ്കൂളുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഈ ജാഗ്രതാ സമിതികൾ, അതോടൊപ്പം തന്നെ ഈ റാഗിങ്ങിനെ ചെറുക്കുന്നതിനാവശ്യമായിട്ടുള്ള സമിതികളെല്ലാം തന്നെ ഉണ്ടാവേണ്ടതുണ്ട്, അത്തരത്തിലുണ്ടാവേണ്ടതുണ്ട് എന്ന നിയമം നിലനിൽക്കുമ്പോഴും അവയുടെ എല്ലാ പ്രവർത്തനം ഏത് രീതിയിലാണ് എന്ന് വീണ്ടും ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. സ്കൂൾ തുടങ്ങിയ ഒരു സമയമാണ്, സ്കൂൾ തുടങ്ങിയ മാസങ്ങളാണ്. അപ്പോൾ ഈ മാസങ്ങളിൽ ഈ രീതിയിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ സ്കൂളുകളിൽ റാഗിംഗ് അടക്കം ഉണ്ടാകുമ്പോൾ അവയ്ക്കെതിരെയായിട്ടുള്ള നിയമനിർമ്മാണം കൃത്യമായും നടപ്പിലാക്കേണ്ടതുണ്ട്. അത് സ്കൂൾ അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും കൂടി തന്നെ ഒരു കടമയാണ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. നമുക്കറിയാം, 1 വർഷമാകുന്നതേ ഉള്ളൂ താമരശ്ശേരിയിൽ. ബെൻസൺ ബാബു കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.